ഹായ് ഡിയർ പാരൻസ് ആൻഡ് സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 1 ഇംഗ്ലീഷ് യൂണിറ്റ് 1-2 ആൻസ് എന്ന ചാപ്റ്റർ ഉണ്ടല്ലോ, ആ പാഠത്തിലെ എല്ലാ ആക്ടിവിറ്റീസാണ്. എല്ലാ ആക്ടിവിറ്റീസിനും എല്ലാ ആൻസേഴ്സും നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ ആ പാഠഭാഗം എങ്ങനെ വായിക്കാം, ഹൗ ടു റീഡ് എന്ന ഒരു വീഡിയോ ടീച്ചർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ആക്ടിവിറ്റി 1, ആഡ് മോർ ലൈൻസ് ടു ദ സോങ്. അപ്പോൾ ആഡ് മോർ ലൈൻസ് ആണ്. ഇവിടെ ഒരു 8 ലൈൻ പോയം കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മളൊരു 4 ലൈൻ കൂടി സ്വന്തമായി ആഡ് ചെയ്യണം. നമുക്ക് ആദ്യം ആ 8 ലൈൻ ഒന്ന് വായിച്ചു നോക്കാം. The ants go marching one by one, hurrah, hurrah. The ants go marching one by one, hurrah, hurrah. And they all go marching down to the ground to get out of the rain. The ants go marching 2 by 2, hurrah, hurrah. The ants go marching 2 by 2, hurrah, hurrah. And they all go marching down to the ground to get out of the rain. അപ്പോൾ ഈ 8 ലൈനിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റിയൊരു 4 ലൈൻ വേണം കുട്ടികൾ സ്വന്തമായി എഴുതി ഉണ്ടാക്കുവാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഈ 8 ലൈൻ നമ്മളൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇതിലെ അവസാനത്തെ 2 ലൈനും സെയിം ആയിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നമ്മൾ ഉണ്ടാക്കുന്ന ലൈൻസിലും അവസാനത്തെ 2 ലൈൻ ഇതേ സെയിം ലൈൻസ് തന്നെ എഴുതിയാൽ മതി. പിന്നെ എന്താണ് ഈ ആദ്യത്തെ 4 ലൈൻസും രണ്ടാമത്തെ 4 ലൈൻസും തമ്മിലുള്ള വ്യത്യാസം? ഒന്നും കൂടി നോക്കൂ. The ants go marching one by one, hurrah, hurrah. The ants go marching one by one, hurrah, hurrah. അപ്പോൾ ആദ്യത്തെ 2 ലൈൻ സെയിം ആണ്. ഇനി 5ാമത്തെ 6ാമത്തെ ലൈൻ നോക്കൂ. The ants go marching 2 by 2, hurrah, hurrah. The ants go marching 2 by 2, hurrah, hurrah. അപ്പോൾ 1 by 1 എന്നുള്ളത് എന്താക്കി മാറ്റി, 2 by 2 ആക്കി. അത് മാത്രമാണ് ഈ 4 ലൈൻസ് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത 4 ലൈൻ നമുക്ക് എങ്ങനെ എഴുതാം? 1 എന്നുള്ളത് 2 ആക്കിയ പോലെ 2 ഉള്ളത് എന്താക്കിയാൽ മതി, 3 ആക്കിയാൽ മതി അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? The ants go marching 3 by 3, hurrah, hurrah. The ants go marching 3 by 3, hurrah, hurrah. And they all go marching down to the ground to get out of the rain. അങ്ങനെ എഴുതിയാൽ മതി അല്ലേ. ആൻസർ കറക്റ്റായി. വളരെ സിമ്പിൾ ആണ് കേട്ടോ. ഇനി അടുത്തത് ആക്ടിവിറ്റി 2, കൗണ്ട് ദ ആൻസ് ആൻഡ് റൈറ്റ് ഇൻ ദ ബോക്സസ്. ഓക്കെ, ഇവിടെ കുറേ ആൻസ് ഉണ്ട്. ആൻസ് എത്ര എണ്ണം ഉണ്ടത് കൗണ്ട് ചെയ്യുക, എത്ര എണ്ണാന്ന് ആ ബോക്സിൻ്റെ അതായത് ബോക്സിൻ്റെ ഉള്ളിൽ എഴുതാം. ആദ്യത്തെ നോക്കൂ, എത്ര ആൻസ് ആണ്? 2. അടുത്ത് നോക്കൂ, 1 2 3 4 5. എത്ര എണ്ണമാണ്? 5. അടുത്തതോ 1 2 3, 3 ആൻസ്, 3 എണ്ണം. ഓക്കെ, അടുത്ത് നോക്കൂ, 1 2 3 4, 4 ആൻസ് ഉണ്ട്. അവസാനത്തെയോ 1 ആൻഡ് അല്ലേ, ഒരെണ്ണാണ് ഉള്ളത്. അടുത്തത് ആക്ടിവിറ്റി 3, അണ്ടർലൈൻ ആൻഡ് ഇൻ ദ വേർഡ്സ് ഗിവൺ ബിലോ. അപ്പോൾ ഇവിടെ ഒരു 5 വേർഡ്സ് തന്നിട്ടുണ്ട്. ആ വേർഡ്സിൽ നിന്നൊക്കെ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്? ആൻഡ്, ഉറുമ്പ്, ആൻഡ് എന്ന വേർഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ വേർഡ് നോക്കൂ, ഫൈൻഡ് ദ ആൻഡ് ഇൻ ജയന്റ്. ജയന്റ് എന്ന വേർഡിൽ ആൻഡ് എവിടെ വരുന്നത്? ഇപ്പൊ ജയന്റിന്റെ സ്പെല്ലിംഗ് നോക്കൂ, GIANT. ആൻഡിന്റെ സ്പെല്ലിംഗ് എന്താണ്? ANT. അവസാനത്തെ 3 ലെറ്റേഴ്സ് ചേരുന്നതാണ് ആൻഡ്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യുക, അടിയിൽ വര വരയ്ക്കുക. അടുത്തത് ഫൈൻഡ് ദ ആൻഡ് ഇൻ പാൻസ്. പാൻസിൽ എവിടെ ആൻഡ് വരുന്നത്? P കഴിഞ്ഞാൽ ANT അല്ലേ, അപ്പൊ ANT വരയ്ക്കുക. അടുത്തത് ഫൈൻഡ് ദ ആൻഡ് ഇൻ എലിഫന്റ്. എലിഫന്റിൽ എവിടെ ആൻഡ് വരുന്നത്? അവസാനത്തെ 3 ലെറ്റേഴ്സ് അല്ലേ, ELEPH കഴിഞ്ഞാൽ ANT ആണ്. അടുത്തത് പ്ലാന്റ്. പ്ലാന്റിലോ PL കഴിഞ്ഞാൽ ANT, അപ്പൊ ANT വരയ്ക്കുക. അവസാനത്തെ ആന്റിന. ആന്റിനയിൽ എപ്പോഴാണ് ആൻഡ് വരുന്നത്? സ്റ്റാർട്ടിങ്ങിൽ തന്നെ അല്ലേ, ANT എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അപ്പൊ ANT വരയ്ക്കാം. ആക്ടിവിറ്റി 4, മാച്ച് ദ വേർഡ്സ് വിത്ത് ദ പിക്ചേഴ്സ് ബൈ ഡ്രോയിങ് ലൈൻസ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ആദ്യത്തെ വേർഡ് നോക്കാം, ജയന്റ്. ജയന്റ് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര വലിയ എന്നൊക്കെ അർത്ഥം വരുന്നതാണ് ജയന്റ്. അപ്പോൾ ആ പിക്ചേഴ്സ് നോക്കൂ, അതിൽ ഏതാണ്? 3ാമത്തെയാണ് ജയന്റ്. അടുത്തത് പാൻസ്. പാൻസ് ഏതാണ്? അവസാനത്തെ പിക്ചറാണ് പാൻസ് അല്ലേ. അടുത്തത് എലിഫന്റ്. എലിഫന്റ് ഏതാണ്? ആന. അത് വളരെ സിമ്പിൾ ആണ്. അടുത്തത് പ്ലാന്റ്. ഏറ്റവും ആദ്യത്തെ പിക്ചറാണ് പ്ലാന്റ്, ചെടി അല്ലേ. അവസാനത്തെ ആന്റിന. ഈ പിക്ചർ കണ്ടോ, ഇതാണ് ആന്റിന. അപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാവരും മാച്ച് ചെയ്യുക കേട്ടോ. അടുത്തത് ആക്ടിവിറ്റി 5, ലുക്ക് അറ്റ് ദ നെയിംസ്. ഇപ്പൊ കുറച്ച് കുട്ടികളുടെ പേര് തന്നിട്ടുണ്ട്. റൈറ്റ് ദ നെയിംസ് ഇൻ ദ ഫോളോയിങ് കോളംസ്. ദ ഫസ്റ്റ് ലെറ്റർ ഓഫ് ദ നെയിംസ് ഇൻ ഈച്ച് കോളം ഷുഡ് ബി സെയിം. ഫൈൻഡ് മോർ വേർഡ്സ് വിത്ത് ദ സെയിം ഫസ്റ്റ് ലെറ്റേഴ്സ് ഫ്രം ദ സ്റ്റോറി.
ഓക്കെ, അപ്പോൾ കുറച്ച് പേരുകൾ തന്നിട്ടുണ്ട്, 2 ബോക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, 2 ബോക്സിലായിട്ട് ഈ പേരുകളെ തിരിച്ചെഴുതണം. എങ്ങനെ തിരിച്ചെഴുതണം? സ്റ്റാർട്ടിംഗ് ലെറ്റർ സെയിം ആയിരിക്കണം. അപ്പൊ ആദ്യത്തെ നോക്കൂ, അപർണ. അപർണയുടെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്താണ്? എ ആണ് അല്ലെ? അപ്പോൾ ആ ഒരു കള്ളിയിൽ, ആ ഒരു കോളത്തിൽ എന്ത് ചെയ്യണം? അതിന് താഴെ എഴുതുന്ന എല്ലാ പേരുകളുടെയും സ്റ്റാർട്ടിംഗ് ലെറ്റർ എന്തായിരിക്കണം? എ ആയിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം തന്ന പേരുകൾ നോക്കൂ. ആദ്യത്തെ പേര് ബിനിൽ. ബിനിലിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ബി ആണ് അല്ലെ? അപ്പോൾ ഇത് ഏത് കോളത്തിൽ എഴുതും? ബിനിൽ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് ഏതാണ്? അഭിനന്ദ്. അഭിനന്ദിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ എവിടെയാണ് വരുന്നത്? എ ആണ് അല്ലെ? എ ആണ് വരുന്നത്. അപ്പോൾ അപർണയുടെ താഴെ അഭിനന്ദ് എഴുതാം. അടുത്തത് ബിനു. ബിനുവിന് ബി ആണ്. അപ്പോൾ എവിടെ എഴുതും? റൈറ്റ് സൈഡിലെ കോളത്തിൽ എഴുതാം. ബിനിലിന്റെ താഴെ എഴുതാം. അടുത്തത് ബാമ. ബിനിലിന്റെ കുളത്തിൽ എഴുതാ. ബഷീർ. ബിനിലിന്റെ കുളത്തിൽ എഴുതാ. അടുത്തത് അനു. അപ്പൊ സ്റ്റാർട്ടിംഗ് ലെറ്റർ എ ആണ് അല്ലെ? അപ്പൊ അപർണയുടെ കുളത്തിൽ എഴുതാ. അടുത്തത് അപർണ തന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അടുത്തത് ബാബു. ബാബുവിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ബി ആണ്. ബിനിലിന്റെ കുളത്തിൽ എഴുതാ. അടുത്തത് അനിൽ. അനിൽ എന്ന് പറയുമ്പോൾ എ ആണ്. എ കുളത്തിൽ എഴുതാം. ബുഷ്ര. ബി ആണ്. ബി കുളത്തിൽ എഴുതാ. ബേബി. ബി ആണ്. ബി കുളത്തിൽ എഴുതാ. അവസാനത്തെ അമൽ എ ആണ്. എ കുളത്തിൽ എഴുതാം. ഇത് കൂടാതെ എന്ത് ചെയ്യണം? 5 more words with the same first letter from the story. സ്റ്റോറി വായിച്ചിട്ട് കൂടുതൽ പേരുകൾ കണ്ടുപിടിക്കണം കേട്ടോ. അതിനുശേഷം ആ കോളത്തിൽ ബാക്കി സ്ഥലം ഉണ്ടെങ്കിൽ എഴുതാം. ആക്ടിവിറ്റി 6, join the dots and find out who is hiding here. അപ്പൊ ഈ ഡോട്ടുകളൊക്കെ ഒന്ന് വരച്ചു നോക്കുക. വരച്ചു നോക്കുമ്പോൾ ആരാണ് അവിടെ ഒളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എല്ലാവരും ഒന്ന് വരച്ചു നോക്കൂ. ആരാണ് ഹൈഡ് ചെയ്യുന്നത്? ആൻഡ് അല്ലേ? Activity 7, draw an ant here and color it. You can also name your ant. അപ്പോൾ നമുക്ക് ഇവിടെ സ്വന്തമായിട്ടൊരു ആന്റിനെ, ഒരു ഉറുമ്പിനെ വരയ്ക്കേണ്ട ആവശ്യമുണ്ട്. എങ്ങനെ ഒരു ഉറുമ്പിനെ വരയ്ക്കാം? ഹൗ ടു ഡ്രോ ബെൻ ആൻഡ് സെൻ അല്ലേ? അതൊക്കെ ടീച്ചർ ഒരു വീഡിയോ ആയിട്ട് എങ്ങനെ വരയ്ക്കാന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊരു നല്ല രസമുള്ള ഒരു വീഡിയോ ആണ്. ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കാന്നൊക്കെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അടുത്തത് പേജ് നമ്പർ 24 എടുക്കുക കേട്ടോ. ഇഫ് യു ലൈക്ക് ദ സ്റ്റോറി 2 ants കളർ ദ ട്രീ ട്രങ്ക്. അപ്പൊ നിങ്ങൾ ഈ 2 ants എന്ന പാഠഭാഗം വായിച്ചല്ലോ അല്ലേ? ആ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യാ? ട്രീയുടെ ട്രങ്കുമേ കളർ കൊടുക്കാം. അടുത്തത് ഇഫ് യു ലൈക്ക് ദ സോങ് ദ ആൻസ് ഗോ മാർച്ചിങ് കളർ ദ ഫ്ലവർ. ദ ആൻസ് ഗോ മാർച്ചിങ് എന്ന് പറഞ്ഞ സോങ് നമ്മൾ എല്ലാവരും വായിച്ചു അല്ലെ? വായിച്ചു. അത് കൂടാതെ ഇതിനൊരു 4 എക്സ്ട്രാ ലൈൻ നമ്മൾ ഉണ്ടാക്കിയല്ലേ? ആ സോങ് ഇഷ്ടമായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ? അവിടെ ഒരു പൂവുണ്ട് അല്ലെ? ആ പൂവിനെ കളർ കൊടുക്കാം. ഇനി ഇഫ് യു ക്യാൻ റീഡ് ദ വേർഡ്സ് കളർ ദ ലീവ്സ്. ഇവിടെ കുറച്ച് വേർഡ്സ് ഉണ്ട് അല്ലെ? ആ വേർഡ്സ് ഒക്കെ വായിക്കാൻ പറ്റുന്നുണ്ടോ നോക്കാം. പറ്റുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കളർ കൊടുക്കാം. ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. 1, ബെൻ, ആൻഡ്, സ്മോൾ, ബിഗ്, സീസോ. എല്ലാം നമുക്ക് വായിക്കാൻ പറ്റിയല്ലേ? അപ്പോൾ എല്ലാത്തിലും നമ്മൾ കളർ കൊടുത്ത് ഭംഗിയാക്കുക കേട്ടോ. അപ്പോൾ ഈ പാഠം അവസാനിച്ചു. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ പാഠം എങ്ങനെ വായിക്കാം എന്നത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഓണാക്കി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വായിച്ചു പോവാം. അതുപോലെ ഈ വീഡിയോയിൽ നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്തു. എല്ലാ ആൻസേഴ്സും നമ്മൾ പറഞ്ഞു തന്നു. എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇത് കൂടാതെ ഹൗ ടു ഡ്രോ ബെൻ ആൻഡ് സെൻ, എങ്ങനെ നമുക്ക് ഒരു ആൻറ്റിനെ വരയ്ക്കാം, എങ്ങനെ ബെന്നിനും സെന്നിനും വരയ്ക്കാം വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാഠം അവസാനിച്ചു. ഇനി യൂണിറ്റ് 2 നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക കേട്ടോ. താങ്ക്